പേരാമ്പ്ര MDMA കേസിലെ പ്രതിയായ കാവ്യയുടെ വിദേശയാത്രയും അന്വേഷണ പരിധിയിൽ. BRC ജീവനക്കാരിയായിരിക്കെ അനുമതിയില്ലാതെ കാവ്യ ദുബായിൽ പോയതാണ് സംശയത്തിനിടയാക്കിയത്. ഇക്കാര്യം അന്വേഷിക്കണമെന്ന് പേരാമ്പ്രയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, ഒരുപാട് ഇടപാടുകൾ, പണമിടപാടുകൾ ഒക്കെ സംശയിക്കുന്ന ഘട്ടമാണ്. പല തെളിവുകളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വിദേശയാത്രയ്ക്ക് പിന്നിലുള്ളത് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പണം എവിടെ നിന്ന് വരുന്നതാണ്, ആരുടെ പണമാണ് എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. റോഷ്നി, ഇതുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ രക്ഷിതാക്കളുടെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ രക്ഷിതാക്കളുടെ യോഗത്തിൽ സർവകക്ഷി യോഗമായിരുന്നു അത്. ആ യോഗത്തിൽ ഉയർന്ന രണ്ട് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ കാവ്യ അധ്യാപികയായിരിക്കെ നടത്തിയ വിദേശയാത്രയെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ളതാണ്. BRCയിൽ അനുമതി വാങ്ങാതെ മുൻകൂട്ടി അറിയിക്കാതെ ദുബായിലേക്ക് ഒരു യാത്ര നടത്തിയത് എന്ന അടിസ്ഥാനത്തിലാണ് അത്തരം ആ യാത്ര അത് ഈ ലഹരി ഇടപാടുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ് ആ യോഗത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ആവശ്യം എന്ന് പറയുന്നത്. അത് അന്വേഷിക്കും എന്നാണ് BRCയും അതുപോലെ തന്നെ പോലീസും ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് BRCക്കുള്ളിൽ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ആ ആഭ്യന്തര അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമഗ്ര ശിക്ഷ കേരളയുടെ ഡയറക്ടർ ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശം കൊടുക്കുകയും ഈ ഓരോ BRCയിലും അധ്യാപകരുടെ, ഈ റിസോഴ്സ് അധ്യാപകരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ഇവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്ത് മാത്രം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ SSK ഡയറക്ടർ എല്ലാ BRCകളിലും എല്ലാ DPCമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊന്ന്, ഈ അധ്യാപകരുടെ ലഹരി മാഫിയ ബന്ധം അന്വേഷിക്കാൻ സമഗ്ര ശിക്ഷ കേരള വിദ്യാഭ്യാസ വകുപ്പ് BRC തലത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിലെ ലഹരി സംഘത്തിൽ കൂടുതൽ കണ്ണികളുണ്ടോ എന്നും അന്വേഷിക്കും. അധ്യാപകരുടെ ലഹരി ബന്ധം സാമാന്യവൽക്കരിക്കാനാകില്ലെന്ന് SSK DPC നിസാർ ചേലേരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലം വെളിവാക്കപ്പെട്ട അവസ്ഥയിൽ BRC കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ശക്തമായിട്ടുള്ള മോണിറ്ററിങ് എല്ലാ BRC കേന്ദ്രീകരിച്ചും ഉണ്ടാവും. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ ട്രെയിനർമാർ, അവരുടെ ഈ ടീച്ചേഴ്സ്, ഈ 3 പേര് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂളുകളും ഇതിൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ സ്കൂൾ അധികൃതരുമായും അതോടൊപ്പം തന്നെ PTA ജനപ്രതിനിധികളും ജാഗ്രതാ സമിതികളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരശേഖരണങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തും. ഒരു ആഭ്യന്തര അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. VS രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, കരാർ ജീവനക്കാരനാണെങ്കിൽ കൂടിയും ഈ നിയമനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ള വിഷയം വലിയ ചർച്ച തന്നെയായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും ഒരു അന്വേഷണം എന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം ആലോചന. അതായത് ഈ അധ്യാപകരുടെ ലഹരി മാഫിയ ബന്ധം അന്വേഷിക്കാൻ തന്നെയാണ് സമഗ്ര ശിക്ഷ കേരള ഒരുങ്ങുന്നത്, അല്ലേ രഞ്ജിത്ത്? രഞ്ജിത്തെ കേൾക്കാമെങ്കിൽ BRC തലത്തിലുള്ള അന്വേഷണം ഇനി നടക്കുമല്ലേ? റോഷി, തീർച്ചയായിട്ടും സമഗ്ര ശിക്ഷ കേരളയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഭ്യന്തര അന്വേഷണത്തെ പ്രധാനമായിട്ടും അധ്യാപകരുടെ ലഹരി ബന്ധത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ 3 അധ്യാപകർ പേരാമ്പ്രയിൽ പിടിക്കപ്പെട്ടതുപോലെ തന്നെ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് സാമാന്യവൽക്കരിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടി അധ്യാപകരെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും നിരീക്ഷിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലോ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആഭ്യന്തര അന്വേഷണം നടത്തണം എന്നുള്ളത് സർവകക്ഷി യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ആ ആവശ്യമനുസരിച്ചുകൊണ്ടാണ് സമഗ്ര ശിക്ഷ കേരളയുടെ ഡയറക്ടർ അതിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ജില്ലാ DPC അതിപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്രയിൽ പ്രത്യേകിച്ച് അന്വേഷണം നടക്കും. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലാകെയും ഇത്തരത്തിൽ BRCകളിൽ യോഗം വിളിച്ചു ചേർക്കും. സംസ്ഥാനത്ത് മൊത്തത്തിലൊരു നിരീക്ഷണം കർശനമാക്കാനും സമഗ്ര ശിക്ഷ കേരള തീരുമാനിച്ചിട്ടുണ്ട്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.